ചെറുപുഴ പഞ്ചായത്ത് വികസന സെമിനാർ മുൻ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ പി ബാലൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ അന്വേഷിച്ചപ്പോൾ മെമ്പർമാരെല്ലാം തന്നെ പരിചയമുള്ളവർ, പുതിയ ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ഒരു വലിയൊരു പിന്നെ എല്ലാവരും അടങ്ങുന്ന ഒരു സംവിധാനം. കുടുംബശ്രീയുടെ വലിയ പ്രവർത്തകന്മാരുണ്ട്. അപ്പം ഈ രംഗത്ത് ഒരുപാട് അനുഭവ സമ്പത്തുള്ള വ്യക്തികളാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ നിറഞ്ഞ കവിഞ്ഞ ഈ സദസ്സ്. അപ്പോൾ ഞാൻ ഉദ്ഘാടനം ചെയ്തത് എൻ്റെ പുസ്തകം ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിനും ആയിക്കൊണ്ട് അവരാണ് ഏറ്റുവാങ്ങിയത്. ആ പുസ്തകത്തിൻ്റെ പേര് അധികാര വികേന്ദ്രീകരണം, മുംബൈ നടക്കുന്ന കേരളം. അതായത് 35 രാജ്യങ്ങളുടെ അനുഭവങ്ങൾ വെച്ചിട്ട് എഴുതിയ പുസ്തകമാണ്. ഞാൻ കിലയിൽ ഡയറക്ടറായിരുന്ന സമയത്തും അങ്ങ് ഡൽഹിയിൽ കേന്ദ്ര പഞ്ചായത്ത് മന്ത്രാലയ സീനിയർ കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുന്ന സമയത്തും നിരവധി രാജ്യങ്ങളിൽ ക്ഷണം കിട്ടി അവിടെയൊക്കെയുള്ള പഞ്ചായത്തുകളെ പറ്റിയിട്ട്, ലോക്കൽ ബോഡികളെ പറ്റിയിട്ട്, ലോക്കൽ ഗവൺമെൻറ്റുകളെ പറ്റിയിട്ട് പഠിക്കാൻ മനസ്സിലാക്കാനുള്ള അവസരമുണ്ടായി. ഞാൻ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ പഞ്ചായത്തിനെ പറ്റി അന്വേഷിക്കും. കാഴ്ച കാണാൻ പോകാറില്ല. അവിടുത്തെ നഗരങ്ങൾ, വലിയ വലിയ നഗരങ്ങളൊക്കെ ചെത്തി കഴിഞ്ഞാൽ അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ പോകും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുമായി വെച്ചുകൊണ്ട് തയ്യാറാക്കിയ പുസ്തകം. പക്ഷെ ഇതിലെല്ലാം തന്നെ നമ്മൾ കേരളത്തിൽ അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളൊക്കെ അത് നന്നായി നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് അവിടെ ആ രാജ്യങ്ങളൊക്കെ പഠിക്കാൻ ധാരാളമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ അധ്യക്ഷത വഹിച്ചു. ശൗചാലയ നിർമ്മാണത്തിന് സ്ഥലം വാങ്ങുന്നതിനായി ഈ ഭരണസമിതി ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ, അവയവം മാറ്റിവെക്കൽ തുടങ്ങിയ ഗുരുതര രോഗം ബാധിച്ചവർക്ക് മെഡിസിൻ വാങ്ങുന്നതിനായി ധനസഹായമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പഞ്ചായത്ത് ഹാൾ നിർമ്മാണത്തിന് ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം കർഷകർക്ക് പമ്പ് സെറ്റ് വിതരണവുമുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ നൂതന പദ്ധതികളാണ് ഈ കരട് പദ്ധതിയിൽ നമ്മൾ പുതിയതായി ചേർത്തിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതാണ്. ഓരോ രൂപയും എവിടെ ചിലവഴിക്കണമെന്ന് നിശ്ചയിക്കുമ്പോൾ ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അവരുടെ മുഖം നാം ഒരിക്കലും മറന്നു പോകരുത്. നാളെയുടെ ആരോഗ്യത്തിനായി പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ മാലിന്യമില്ലാത്ത പുഴകളും തെരുവോരങ്ങളും ഒക്കെ ഉണ്ടാകണം. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെയും അതോടൊപ്പം തന്നെ വയോജന ജനങ്ങളെയും നമ്മൾ ചേർത്ത് പിടിക്കണം, കരുതലോടെ കാക്കണം. ഇന്നിവിടെ രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ നാട് എന്നുള്ള വികാരത്തോടു കൂടിയുള്ള ചർച്ചകളാണ് നമ്മൾ മുൻപോട്ട് വയ്ക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കപ്പുറം, ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾക്കപ്പുറം നിങ്ങൾ നൽകുന്ന ഓരോ അഭിപ്രായവും ഞങ്ങൾക്ക് വലുതാണ്. അവ ഉൾക്കൊള്ളാൻ ഈ ഭരണസമിതി പൂർണ്ണമായും തയ്യാറുമാണ്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ്, ജില്ലാ പഞ്ചായത്ത് അംഗം വി ലേജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ലളിത ബാബു, ഡി പ്രവീൺ, ലീന വില്യംസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മനോജ് വടക്കേ, പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളമുള്ള ഈ പുതിയ ഭരണസമിതിക്ക് 2 പെരുമാറ്റച്ചട്ടം നിലയിൽ വന്നതിനാൽ, ഒന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നവംബർ ഡിസംബർ മാസം അങ്ങനെ നഷ്ടപ്പെട്ടു. അതുപോലെ അടുത്ത പെരുമാറ്റച്ചട്ടം വരുന്ന മാസം ആരംഭിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ 1-2 മാസങ്ങൾ തികച്ചു കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ പദ്ധതി രൂപീകരണവും ഗ്രാമസഭയും വർക്കിംഗ് ഗ്രൂപ്പുകളും വികസന സെമിനാറും എല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് നടത്തേണ്ടി വന്നു. കേരളത്തിലുള്ള മുഴുവൻ പഞ്ചായത്തുകൾക്കും ഇതേ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ദ്രുതഗതിയിലായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്രാമസഭകളിലൊക്കെ നമുക്ക് പ്രതീക്ഷ എല്ലാ ഗ്രാമസഭകളിലും വളരെ നിറഞ്ഞു കവിഞ്ഞ് അതിന്റെ പങ്കാളിത്തം ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ
പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് വളരെ ഉത്തേജനമേകുന്നതാണ്. അവാർഡ് ജേതാക്കളായ പി ലീന, ടി നിഷ, കെ ശ്രീദേവി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കടബാധ്യതകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ അമ്പാട്ട് ഏലിയാസിന് അനുശോചനം രേഖപ്പെടുത്തിയ ശേഷമാണ് വികസന സെമിനാറിന് തുടക്കമായത്. നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ ആണോ തേടുന്നത്? വീൽ അലൈൻമെന്റ്സ്, ബാലൻസിംഗ്, ടയർ ആൻഡ് പഞ്ചർ സർവീസ്, നൈട്രജൻ എയർ, കാർ വാഷ് ആൻഡ് അണ്ടർ കോട്ടിംഗ്, യൂസ്ഡ് ആൻഡ് റീസോൾഡ് ടയറുകൾ, ആധുനിക അലൈൻമെന്റ് സൗകര്യം, വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ്. ഇനി അർബാന മുതൽ JCB വരെയുള്ള ടയറുകൾക്കായി തേടി അലയേണ്ട. മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സെന്റർ. സുരക്ഷിതമായൊരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി. പുതിയ പാലത്തിന് സമീപം, ചെറുപുഴ.